അപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നേരെ പോയത് മലേഷ്യയിലെ ഫേമസ് ട്വിൻ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവിടുന്ന് ഒരു ടാക്സി വിളിച്ച് നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ആദ്യം നമ്മൾ എത്തിയത് അതിൻ്റെ ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡ് ചെറിയ പാർക്ക് പോലെ എല്ലാവർക്കും ഇരിക്കാനും കളിക്കാനൊക്കെ, കുട്ടികൾക്കൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കളിക്കാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ അവിടെ നേരെ അതിന് ഫ്രണ്ടിൽ പോയി കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ തിരിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, കളർഫുള്ളായി ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അത് അവിടെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനും അവിടുന്ന് ഫോട്ടോ എടുക്കാനും, ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കതിന് ഒരു ചെറിയൊരു വരുമാന മാർഗം പോലെയൊക്കെ ആയിട്ട് ഒരു അടിപൊളി സെറ്റപ്പായിരുന്നു. ഞങ്ങൾ റൂമിലേക്ക് നടക്കുകയായതുകൊണ്ട് അവിടുത്തെ കുറേ സ്ട്രീറ്റ് കൂടൊക്കെയാണ് നടന്നത്. അപ്പോൾ സ്ട്രീറ്റൊക്കെ നല്ല കളർഫുള്ളാക്കി, ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അതേപോലെ നമ്മളെ നാട്ടിലൊക്കെ പോലെ തന്നെയുള്ള മാർക്കറ്റ്, അതിൽ അവർ നല്ല വൃത്തിയായി അതേപോലെ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് വെച്ചത്. ഹോട്ടലിലെത്തി പിറ്റേന്ന് രാവിലെ നേരെ എയർപോർട്ടിലേക്കാണ് പോയത്. എയർപോർട്ടിൽ നമ്മൾ ചെന്നപ്പോൾ അവിടെ സെൽഫ് ചെക്കിങ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് തന്നെ നമ്മളെ പാസ്പോർട്ടൊക്കെ സ്കാൻ ചെയ്ത് PNR നമ്പറൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് അവിടെ തന്നെ ബോർഡിംഗ് പാസ് കിട്ടും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ട് തപ്പി നടന്നു. ലാസ്റ്റ് നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടി, ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഫുഡ് നന്നായിരുന്നു, കുഴപ്പമില്ല. റൈസ് ഉണ്ടായിരുന്നു, അതേപോലെ പപ്പടം, ഒരു ചിക്കൻ കറി, അതേപോലെ പിക്കിൾ പോലത്തെ ഒരു സാധനം. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഗേറ്റിനടുത്തേക്ക് നടന്നു. അപ്പോൾ നമ്മളെ ട്രിപ്പിൽ ആദ്യത്തെ പണി നമുക്ക് അവിടെ കിട്ടി. 8-ൻ്റെ പണിയായിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയി. 1-2 മണിക്കൂറല്ല, നമുക്ക് 5 hours ഡിലേ ആണ്. അപ്പോൾ അത് ക്യാൻസലായിട്ട് നമുക്ക് റീഷെഡ്യൂൾ ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതുവരെ എയർപോർട്ടിൽ പോസ്റ്റ് ആയിരുന്നു. നമ്മളെ പ്ലാൻ എങ്ങനെയായിരുന്നു വെച്ചാൽ, മലേഷ്യയിൽ നിന്ന് പുക്കറ്റിൽ ക്രാബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. 5 hours ഡിലേ ആയതുകൊണ്ട് എയർ ഏഷ്യൻ്റെ വക ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിക്കാൻ പറ്റുമോ എന്നില്ല നമ്മളെ തീരുമാനമാണ്. പിന്നെ ബാക്കി നമുക്ക് പുക്കറ്റിൽ കാണാം.